ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് വളരെ വിശദമായിട്ട് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, രണ്ട് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിനെ കാണാൻ കഴിയില്ല. പിന്നെ നമുക്ക് എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഫോഴ്സായിട്ടാണ്. ഈ ഫോഴ്സ് ആരുടെ മേലാണ് അനുഭവപ്പെടാൻ പോകുന്നത്? ടെസ്റ്റ് ചാർജിന് മേലാണ്. ടെസ്റ്റ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ രൂപത്തിൽ മാത്രമേ ഒരു സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഈ ഫോഴ്സിനെ ഏത് ലോ വെച്ച് എഴുതും? കൂളംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് എഴുതും. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു മാത്തമാറ്റിക്സിൻ്റെ യൂസേജ് ഉണ്ട്. കൂളംസ് ലോ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്, നിങ്ങൾക്കറിയാം. കൂളംസ് ലോ എഴുതി കഴിഞ്ഞാൽ എഫ് വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. ഇങ്ങനെയൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി ഫോഴ്സ് അനുഭവിക്കുക വഴി മാത്രമേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ തിരിച്ചറിയാൻ കഴിയൂ. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്ന്, അല്ലെങ്കിൽ ഫീൽഡ് തന്നെ എന്താണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതെ, സ്പേസിനനുസരിച്ച് അല്ലെങ്കിൽ പൊസിഷൻ അനുസരിച്ച് മാറ്റം വരുന്നൊരു ക്വാണ്ടിറ്റി, അങ്ങനെയേ ഉള്ളൂ ഫീൽഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ചാർജിന് ചുറ്റും നമ്മുടെ കൈവശം ഒരു പോയിന്റിൽ Q എന്നൊരു ചാർജുണ്ട്. ഈ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, അത് ഏത് അവസ്ഥയിൽ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതും വിത്തൗട്ട് ദി ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്സ് അധികം ഇൻവോൾവ് ആകാതെ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഒരു റെപ്രസെൻറ്റേഷൻ ഇലക്ട്രിക് ഫീൽഡിന് കൊടുക്കാൻ കഴിയും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ചോദ്യം ആദ്യം ചോദിച്ചതും അതിൻ്റെ ഉത്തരമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൊണ്ടുവന്നതും പ്രശസ്തനായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായ ഫിസിസിസ്റ്റ് മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് എ ചാർജ്. അത്രയേ ഉള്ളൂ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചിത്രരൂപത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പടം വരച്ച് വെച്ചാൽ എങ്ങനെയാകും, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുക. ഫാരഡേ ഇതിനെ വിളിച്ച പേര് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നല്ലായിരുന്നു കേട്ടോ. ഫാരഡേ കൊടുത്ത പേര് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നാണ് ഫാരഡേ വിളിച്ചത്. പക്ഷേ അത് കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ടേം ആയതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നുള്ള പേരിലേക്ക് മാറ്റിയത്. റൈറ്റ്. അപ്പോൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പടം വരയ്ക്കാം? നമുക്ക് തോന്നുന്നത് പോലെ ഒരു പടം വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡിന് ചില സവിശേഷതകളുണ്ട്. പ്രത്യേകിച്ച് ഒരു ചാർജിന് ചുറ്റുമിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ നമുക്കറിയാം. ഇക്വേഷൻ വെക്റ്റർ E ഈസ് ഈക്വൽ ടു 1/4πε0 ക്യാപിറ്റൽ Q ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്. ഇതായിരുന്നു നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ്, അതിൻ്റെ ഇക്വേഷൻ. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഈ ഇക്വേഷൻ അനുസരിച്ചുകൊണ്ട് ഒരു ചാർജിന് ചുറ്റും പരന്നു കിടക്കുന്ന ഒരു സങ്കേതമാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമ്മളൊരു പിക്ചർ വരച്ച ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ പറയുന്ന എല്ലാ സവിശേഷതകളും നമ്മുടെ ചിത്രത്തിലൂടെയും പറയാൻ പറ്റണം. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്ന പോലൊരു ചിത്രം വരച്ച് ഇത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. റൈറ്റ്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡിനെ വരയ്ക്കാം? അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടത്, നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഡെഫിനിഷനാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ curves
കർവുകളാണ്. ഓക്കെ, കർവ്സ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? അവർ കർവുകളാണ്, വളവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈൻസാണ്, കർവുകളാണ്. ദേ ആർ ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ്, അവരെ ഒരു പ്രത്യേക രീതിയിലാണ് വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ചോദിച്ചാൽ, ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിൻറ്റ്, ഈ കർവിൻ്റെ ഏതൊരു പോയിൻറ്റിലും, ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു കർവാണെന്ന് വിചാരിക്കാം, ഒരു ആരോയുമുണ്ട്. ഈ കർവിൻ്റെ ഏതൊരു പോയിൻറ്റിലും, ഏത് പോയിൻറ്റും ആകാം കേട്ടോ, ഞാനൊരു പോയിൻ്റ് എടുത്തതേ ഉള്ളൂ, ഏതൊരു പോയിൻറ്റിലെയും ടാൻജൻറ്റ് വരച്ചാൽ, അപ്പോൾ ഞാനൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്, ആ പോയിൻറ്റിലെ ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ? ടാൻജൻറ്റ് വരയ്ക്കാൻ നമുക്കറിയാം. ടാൻജൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ ടാൻജൻ്റാണ് എനിക്ക് ഈ പോയിൻറ്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ക്ലിയറായോ? അപ്പോൾ ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏതൊരു പോയിൻറ്റിലും ടാൻജൻറ്റ് വരച്ചാൽ ആ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. അത്തരത്തിൽ വരയ്ക്കുന്ന കർവുകളെയാണ് നമ്മൾ ഒറ്റവാക്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു ഡെഫിനിഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പഠിക്കുമ്പോൾ, ഈ ക്ലാസ്സിൽ തന്നെ മുന്നോട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കത് മനസ്സിലാക്കാം. ക്ലിയർ? ഇവിടെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക. റൈറ്റ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ദ വൺ ഹൂ ഇൻവെൻറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, മൈക്കൽ ഫാരഡേ. അദ്ദേഹം ഇത്രേ ചിന്തിച്ചുള്ളൂ, മാത്തമാറ്റിക്സിൻ്റെ സഹായം അധികമില്ലാതെ ഒരു ചാർജിന് ചുറ്റും അല്ലെങ്കിൽ ചാർജുകളുടെ സിസ്റ്റം ഓഫ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ചിത്രം വരച്ചാൽ അതെങ്ങനെ വരയ്ക്കാം, ആ കൺസെപ്റ്റിൽ അതിൻ്റെ ഉത്തരമാണ് ഫാരഡേ കണ്ടെത്തിയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. റൈറ്റ്, പരീക്ഷയ്ക്ക് നമുക്ക് പല സാഹചര്യങ്ങളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളതാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഡ്രോ സം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ആൻ ഐസൊലേറ്റഡ് സിംഗിൾ പോസിറ്റീവ് ചാർജ്. ഒരൊറ്റ സിംഗിൾ പോസിറ്റീവ് ചാർജ് ഒരു സ്ഥലത്തിരുന്നാൽ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ അതിന് ഉത്തരം എഴുതാം. അതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ കണ്ടല്ലോ. ഞാൻ ആ ഡെഫിനിഷനിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് പറയാം. ഇത് പരീക്ഷിക്കൊന്നും വേണ്ട കേട്ടോ, എന്നാലും നമ്മൾ ഫിസിക്സ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ അതിലർത്ഥമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കുന്ന ആ ഒരു ഐഡിയയിലേക്ക് നമ്മൾ വന്നത്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ആ ഡെഫിനിഷനിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ശ്രദ്ധിച്ചോളാം. നമ്മുടെ കൈവശം ഒരു പോയിൻറ്റിൽ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ക്യൂ എന്നൊരു ചാർജുണ്ട്. ക്യൂവിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉപയോഗിച്ച് വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ക്യൂവിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററുകൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് വെക്റ്റർ വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ വെക്റ്റർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. വെക്റ്റേഴ്സ് ആർ ആരോ ഹെഡ് ആണല്ലോ വെക്റ്ററുകൾ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വെക്റ്ററുകളെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ആവശ്യമായ മാത്തമാറ്റിക്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് 2 ഡയമെൻഷണൽ മോഷൻ നമ്മൾ അവിടെ പഠിച്ചത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് വെക്റ്റർ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് മനസ്സിലാക്കിയത്. ഈ വെക്റ്ററിന് 2 പാർട്ടുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് അതിൻ്റെ ബോഡി പാർട്ട്, മറ്റേത് അതിൻ്റെ ഹെഡ് പാർട്ട്. അതിൽ ബോഡി പാർട്ട് നൽകുന്നത് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ ആരോ ഹെഡ് തരുന്നത് വെക്റ്ററിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്റ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വെക്റ്ററിനെ നമ്മൾ വരച്ച് കാണിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതേ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് ഈ ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോളാം. ഓക്കെ,
ഓക്കെ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന എല്ലാം വെക്ടറുകളാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കർവോ ലൈനോ വരച്ചിട്ടില്ല, എല്ലാം ഓരോ വെക്ടറുകളാണ്. ഇനി ഞാൻ ഈ വരച്ചു വച്ചിരിക്കുന്ന വെക്ടറുകൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൂടെ ഞാനൊന്ന് എഴുതുകയാണ്. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². നമ്മുടെ ഇക്വേഷനിൽ ഫിഗറിൽ ക്യാപിറ്റൽ Q ആയതുകൊണ്ട് ഞാനിവിടെ ക്യാപിറ്റൽ Q ആണ് കൊടുക്കാറുണ്ട്. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കോളാം, ഈ ഫിഗർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ എല്ലാം വരച്ചിരിക്കുന്നത് വെക്ടറുകളാണെങ്കിലും ഈ വെക്ടറുകളുടെ ഡയറക്ഷൻ ഇപ്പോൾ ഒരു സൈഡിലേക്കുള്ള ഒരു ദിശയിലേക്കുള്ള വെക്ടറുകളെല്ലാം ഒരേ ദിശയിലേക്ക് വരച്ചിരിക്കുന്ന വെക്ടറുകളുടെ എല്ലാം ലെങ്ത് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലായി. ലെങ്ത് ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലായി അതിൻ്റെ അർത്ഥം ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വരയ്ക്കാനുള്ള കാരണം ഇതാണ്. ഇലക്ട്രിക് ഫീൽഡ് ദൂരം കൂടുന്നതനുസരിച്ച് ദൂരത്തിൻ്റെ സ്ക്വയറിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ വെക്ടർ വളരെ ലെങ്ത്തിലും അത് കഴിഞ്ഞുള്ള വെക്ടർ പിന്നെ അതിൽ ചെറിയതും അത് കഴിഞ്ഞ് വരയ്ക്കുന്നത് അതിലും ചെറുതും. ഇനിയും നമ്മളൊരു വെക്ടർ വരച്ചാൽ അത് ഇതിലും ചെറുതായിട്ട് വേണം വരയ്ക്കാൻ. കാരണം നമുക്കറിയാം ചാർജിൽ നിന്നും അകന്നു പോകുന്നതനുസരിച്ച് ദൂരത്തിൻ്റെ സ്ക്വയർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷൻ. റൈറ്റ്. അപ്പോൾ ഇതിനെ ഓരോരോ വെക്ടറുകളായിട്ടാണ് വരച്ചിരിക്കുന്നത്, ഓരോന്നോരോന്ന്. ഞാൻ ഈ വെക്ടറുകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒറ്റ സിംഗിൾ ലൈനായിട്ട് വരച്ചാൽ ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. മനസ്സിലായോ? ഇത് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇതേ ഡയറക്ഷനിൽ ഈ രൂപത്തിൽ ഈ വെക്ടർ വരയ്ക്കാനൊരു കാരണമേ ഉള്ളൂ. അത് മുൻപ് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫോർ ആൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെ റേഡിയലി ഔട്ട്വേർഡ് ആണെന്ന് പഠിച്ചിരുന്നു. ആ ഐഡിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചത്. ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ ഇവിടെയുള്ള ചാർജ് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആയിരിക്കുകയും വേണം. അതൊക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾ മുൻപുള്ള ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാനത് നേരിട്ട് അങ്ങോട്ട് വരച്ചത്. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിതാണ്, നമ്മൾ ഇങ്ങനെ വെക്ടറുകളായിട്ട് വരച്ചാൽ ഓരോ പോയിൻറ്റിലുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ഈ വെക്ടറിൻ്റെ ലെങ്ത്ത് നോക്കി മനസ്സിലാക്കാമായിരുന്നു. ഡയറക്ഷൻ എല്ലാത്തിൻ്റെ ഒരുപോലെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഓരോ പോയിൻറ്റിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഈ അവിടെയുള്ള വെക്ടറിൻ്റെ നീളം നോക്കി മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ ഇത് ഒറ്റ ലൈനായിട്ടല്ലേ വരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ പോയിൻറ്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ അറിയും? അപ്പോൾ ആ പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന ഫീൽഡ് ലൈൻ ഇമേജ് ഉപയോഗിച്ച് ഇലക്ട്രിക് ഫീൽഡിനെ വരച്ചാൽ നേരത്തെ പറഞ്ഞ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയില്ലേ? അതും കൂടെ ഉൾക്കൊള്ളിക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. നമ്മളൊരു ഫിക്സ്ഡ് ഏരിയ പരിഗണിച്ചാൽ, ഓക്കെ, ഒരേ ഏരിയ തന്നെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തൊന്നുമില്ല കേട്ടോ. ഫിക്സ്ഡ് ഏരിയ പരിഗണിച്ചാൽ ഇവിടെ നോക്കൂ, ഇത് ഒരു ഏരിയ ആണ്, അത്ര തന്നെ ഏരിയയാണ് ഇവിടെയും പരിഗണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഏരിയയ്ക്കുള്ളിൽ 1, 2, 3 ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. നമ്മളിതിനൊക്കെ ഫീൽഡ് ലൈനായിട്ട് വരച്ചാൽ. പക്ഷേ രണ്ടാമത്തെ ഏരിയയിൽ ഒരു ഫീൽഡ് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ നിശ്ചിത ഏരിയയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഏരിയയിലെ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റിയാണ് ആ ഏരിയയ്ക്കുള്ളിൽ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ പോയിൻറ്റിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. നേരത്തെ വെക്ടർ അതിൻ്റെ നീളം കൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഫീൽഡ് ലൈനുകൾ തമ്മിലുള്ള അകലം നമുക്ക് തരും. അപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ വെക്ടറിൻ്റെ നീളം നോക്കി സ്ട്രെങ്ത്ത് പറയേണ്ട, നമ്മൾ ഫീൽഡ് ലൈനാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഒരു നിശ്ചിത ഏരിയയിലുള്ള ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എടുത്താൽ മതി. കൂടുതൽ എണ്ണമുണ്ട്, അവർ വളരെ അടുത്താണ് പാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അതല്ല, വളരെ അകന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ പോകുന്നതെങ്കിൽ അവിടെ ഫീൽഡ് ലൈനിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.
ഇവിടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ലൈൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നതും ഫീൽഡ് ലൈൻ വരയ്ക്കുന്നതും. ഓക്കെ, ഇത് ഫിസിക്സ് പക്ക തിയറി അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, ചിലപ്പോൾ ചോദിക്കാം. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ കോൺസെപ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, തൽക്കാലം ഇത് വായിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാൻ വേണ്ടി മാത്രം, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ വരച്ചു തന്നത്. ഓക്കെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. ഇനി വളരെ ശ്രദ്ധയോടെ ഇരിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ആൻ ഐസൊലേറ്റഡ് സിംഗിൾ പോസിറ്റീവ് ചാർജ്. ഒരു ഐസൊലേറ്റഡ് സിംഗിൾ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. ഓക്കെ, വളരെ സിമ്പിളായൊരു ഫിഗറാണ്, ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആദ്യം മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് +Q. ഓക്കെ, ഇതിൻ്റെ പരിസരത്ത് മറ്റൊരു ചാർജുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഐസൊലേറ്റഡ് ആണ്, സിംഗിൾ ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്. ഇനി ഫീൽഡ് ലൈൻസ് വരയ്ക്കുകയാണ്. ഫീൽഡ് ലൈൻസ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. സ്കെയിൽ വേണമെന്നൊന്നുമില്ല, ഞാനൊരു സ്കെയിലിൻ്റെ സഹായം തേടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫീൽഡ് ലൈൻ ഇങ്ങനെ മാത്രം വരച്ചുകൊണ്ട് കാര്യമില്ല. ആരോ ഹെഡ് ഇട്ടില്ലെങ്കിൽ ഈ ഫിഗർ തെറ്റായിരിക്കും. അപ്പോൾ ആരോ ഹെഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോ ഹെഡ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫീൽഡ് ലൈൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധയോടെ ഇരിക്കുക, ഈ ഫിഗർ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ആരോ മാർക്ക് ഇല്ലാതെ ഈ ഫിഗർ തരും. അതായത് ചാർജ് ഇവിടെ ഉണ്ട്, ഇങ്ങനെ മാത്രം തരും. എന്നിട്ട് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. കംപ്ലീറ്റ് ദ ഫിഗർ. അപ്പോൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ കാണുന്ന ആരോ മാർക്കുകൾ മാർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യമുള്ളത്, പരീക്ഷയ്ക്ക് നമുക്കൊരു ഫിഗർ തരികയാണ്. ഫിഗർ ഇങ്ങനെയാണ് തരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലുള്ള ചാർജ് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഈ ഫീൽഡ് ലൈൻസ് എല്ലാം ഇവിടെ കാണുന്ന പോലെ റേഡിയലി ഔട്ട്വേർഡ് ആണ്. റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ സെൻട്രലിരിക്കുന്ന ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ എഴുതണം +Q ആണ് സെൻട്രലുള്ളത്. ഓക്കെ ആണല്ലോ. ഇനിയും ഒരു വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് കാണാറുള്ളത്, ഒരു ചാർജിൻ്റെ ഫീൽഡ് ലൈൻ വരയ്ക്കാൻ പറയും. ചാർജ് ഇതാണ്, Q > 0. ഐസൊലേറ്റഡ് ചാർജ് Q > 0യുടെ ചാർജ് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. ശ്രദ്ധിച്ചറിയാം, Q > 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം Q 0യേക്കാൾ വലുതാണ്. Q 0യേക്കാൾ വലുതാണെങ്കിൽ Q പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്നുള്ള സംഭവം ഇങ്ങനെയും എഴുതാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദിച്ചത് ഇതേ ചോദ്യം തന്നെയാണ്, പക്ഷേ ഇങ്ങനെയാണ് ചാർജ് തന്നിരിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോളുക. ക്ലിയർ? ഓക്കെ, ഇതെ ഞാൻ ഈ ഫിഗർ ഒന്ന് കോപ്പി ചെയ്തെടുക്കുകയാണേ, ഇത്തിരി കഴിയുമ്പോൾ ആവശ്യം വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റിന് ഉത്തരം കിട്ടി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിംഗിൾ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇത്തവണ ചാർജ് എന്തായി? നെഗറ്റീവായി. പക്ഷേ ബാക്കിയെല്ലാം ഉണ്ട്. ഐസൊലേറ്റഡ് ആണ്, സിംഗിളാണ്. നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഇതായിരുന്നു നമ്മൾ നേരത്തെ വരച്ച ഫിഗർ. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഫിഗർ ഐസൊലേറ്റഡ് ചാർജിൻ്റെ ഫിഗറാക്കി മാറ്റാൻ പറ്റും. ആദ്യം വേണ്ടത് ചാർജ് ഇവിടെ എന്താവണം? -Q ആവണം. ഓക്കെ, ദെൻ ആരോ മാർക്കുകളെല്ലാം മാറണം. ഇത്തവണ ആരോ മാർക്കുകളെല്ലാം എങ്ങോട്ടാവണം? നെഗറ്റീവ് ക്യൂവിലേക്ക് വരുന്നത് പോലെ ആവണം. നമ്മൾ മുൻപുള്ളൊരു വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരു നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡും റേഡിയലി ഇൻവേർഡാണ്. റേഡിയലി ഇൻവേർഡ്. ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഡയറക്ഷൻ പറയുന്നത് റേഡിയലി ഇൻവേർഡ് എന്നാണ്. മുമ്പത്തെ കേസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് എന്ന് എഴുതേണ്ടി വരും. ആ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ അങ്ങ് പറയുകയാണെങ്കിൽ, വാചകത്തിൽ എഴുതുകയാണെങ്കിൽ. ഓക്കെ,
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴും മുമ്പ് പറഞ്ഞതുപോലെയുള്ള ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. ഒന്നെങ്കിൽ ഫിഗർ ആരോ മാർക്ക് തരാതെ ഫിഗർ തരാം, എന്നിട്ട് ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഇത്തവണ ഇങ്ങനെ ചോദിക്കാം, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ ചാർജ് ക്യൂ ലെസ് ദാൻ 0. ക്യൂ ലെസ് ദാൻ 0 എന്നുള്ള ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ, ഓർക്കുക ക്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യൂ എന്ന് പറഞ്ഞ ചാർജ് 0യേക്കാൾ ചെറുതാണ്. 0യേക്കാൾ ചെറുതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്. ഇത് നെഗറ്റീവ് ചാർജ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സിസ്റ്റം ഓഫ് 2 പോസിറ്റീവ് ചാർജസ്. 2 പോസിറ്റീവ് ചാർജുകൾ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ഓഫ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ 2 ചാർജുകൾ പരിഗണിക്കണം. പ്ലസ് ക്യൂ, തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്ലസ് ക്യൂ. 2 പോസിറ്റീവ് ചാർജുകളാണ്. റൈറ്റ്. നമുക്ക് ഓൾറെഡി അറിയാം ഒരേ ടൈപ്പ് ചാർജുകൾക്കിടയിൽ റിപ്പൾസീവ് ഫോഴ്സാണുള്ളത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ഈ ഫീൽഡ് ലൈൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗർ നോക്കിയാൽ മനസ്സിലാകണം 2 പോസിറ്റീവ് ചാർജുകൾ പരസ്പരം റിപ്പല് ചെയ്യുന്നുണ്ട്. ആ കൺസെപ്റ്റും കൂടെ ക്ലിയർ ആകുന്ന തരത്തിലുള്ള ഫീൽഡ് ലൈൻ വേണം വരയ്ക്കാൻ. അപ്പോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഓക്കെ, എങ്ങനെയാണ് ഫിഗർ വരച്ചതെന്ന്, ഓരോ ലൈൻസും എങ്ങനെയാണ് ഇട്ടതെന്നൊക്കെ ശ്രദ്ധയോടെ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ചാർജിൻ്റെ പോയിൻ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ വേണം വരാൻ, വരച്ചപ്പോൾ ഇത്തിരി മാറിപ്പോയി. ഓക്കെ, എങ്ങനെയാണ് ഫിഗർ വരിക? ഇനി ഇതിന് ആരോ മാർക്ക് കൊടുക്കണം. നമുക്കറിയാം പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് ആരോ മാർക്ക്. റേഡിയലി ഔട്ട്വേർഡ് എന്നാണ് പറഞ്ഞത്. റേഡിയലി ഔട്ട്വേർഡ് ആകേണ്ടത് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ കാര്യത്തിലാണ്. ഇത്തവണ റേഡിയലി എന്ന് പറയാൻ കഴിയില്ല, കാരണം 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, പക്ഷേ പുറത്തേക്കാണ്, അതിൽ മാറ്റമില്ല. സോ എല്ലാ ആരോ മാർക്കുകളും പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2 പോസിറ്റീവ് ചാർജുകൾ ഉൾക്കൊള്ളുന്ന ഒരു സിസ്റ്റം ഓഫ് ചാർജിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗർ. ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 നെഗറ്റീവ് ചാർജുകളാണ് വന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 2 നെഗറ്റീവ് ചാർജുകളാണ്, ഇതുപോലെ 2 നെഗറ്റീവ് ചാർജിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫീൽഡ് ലൈനാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫിഗർ ഏറെക്കുറെ ഇത് തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഈ ഫിഗറിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. ആദ്യം ചാർജുകൾ 2 നെഗറ്റീവ് ആക്കണം. ഇനി ഇതിൽ നിന്ന് എന്താണ് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ ഫിഗർ ഇത് തന്നെ ആയിരിക്കും, പക്ഷേ ആരോ മാർക്കുകൾ തിരിച്ചാണ് ഇടുന്നത്. എല്ലാം ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, എല്ലാ ആരോ മാർക്കുകളും തിരിച്ച് മാർക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ ആരോ മാർക്കുകളും തിരിച്ച് മാർക്ക് ചെയ്യേണ്ടി വരും. എല്ലാം പോസിറ്റീവിലേക്ക് വരുന്നത് പോലെ മാർക്ക് ചെയ്യുമ്പോൾ ഇതേ ഫിഗർ തന്നെ ഐസൊലേറ്റഡ് അല്ല, 2 നെഗറ്റീവ് ചാർജിൻ്റെ സിസ്റ്റം ഉണ്ടാക്കുന്ന ഫീൽഡ് ലൈനിൻ്റെ ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫീൽഡ് ലൈൻസ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഫീൽഡ് ലൈനുകൾ പരസ്പരം ഇങ്ങനെ വികർഷിച്ച്, ഇവിടെ കൊണ്ട് വികർഷിച്ച് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകുന്നതാണ്. അതുതന്നെയാണ് ഒരേ ടൈപ്പ് ചാർജ് വന്നതുകൊണ്ട് ഇവിടെ ഒരു റിപ്പൾഷൻ ഫോഴ്സാണ് ഉള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ ചൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഫീൽഡ് ലൈനുകൾ എവിടുന്ന് വന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവർ എങ്ങോട്ട് പോകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആൻസർ ദേ ആർ ഐദർ കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി ഓർ എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി. ഒന്നെങ്കിൽ ഇവർ ഇൻഫിനിറ്റിയിൽ നിന്നും വന്നു എന്ന് മനസ്സിലാക്കുക നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുക പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഏറെക്കുറെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ ഫിഗറിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക കേട്ടോ, ഞാൻ സാധിക്കുന്ന പോലെ അതിന് മറുപടി തരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ സിസ്റ്റം ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. 2 തുല്യവും വിപരീതവുമായ ചാർജുകൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചാർജുകളാൽ ഉണ്ടാകുന്ന സിസ്റ്റം ഓഫ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് കൊണ്ടുണ്ടാകുന്ന സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. ഡൈപോൾ വളരെ വിശദമായി ഡൈപോൾ എന്താണെന്നും ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നും ഒക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഡൈപോൾ എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ മാത്രം മനസ്സിലാക്കുക. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്.
അപ്പോൾ അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എങ്ങനെയായിരിക്കും? അപ്പോൾ അതാണ് വരയ്ക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരുന്നോളുക. ഒന്ന് പോസിറ്റീവ് ക്യൂ, മറ്റൊന്ന് നെഗറ്റീവ് ക്യൂ. ഇത്തവണ ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. പക്ഷേ ഇവരുടെ മാഗ്നിറ്റ്യൂഡിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് 2 കൂളമ്പാണെങ്കിൽ ഇതും 2 കൂളമ്പായിരിക്കും. ഒന്ന് പോസിറ്റീവ് 2 കൂളമ്പ്, മറ്റൊന്ന് നെഗറ്റീവ് 2 കൂളമ്പെന്ന് മാത്രം. ഇനി ഫീൽഡ് ലൈൻ വരയ്ക്കുകയാണ്. ഫീൽഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിലറിയാം, പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഉള്ളിലേക്കുമാണ് ഫീൽഡ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലേക്ക് പോകുന്നത് പോലെ നമ്മളൊരു ഫീൽഡ് ലൈൻ ആദ്യം വരയ്ക്കുക. ഇനി അതിന് സപ്ലിമെൻ്റ് ആയിട്ട് അഡീഷണൽ ഫീൽഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഓക്കെ, റൈറ്റ്. എല്ലാ ആരോ മാർക്കുകളും എന്ത് സൂചിപ്പിക്കണം? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഫീൽഡ് ലൈൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കണം. ഓക്കെ, ഇവിടെയാണെങ്കിൽ നെഗറ്റീവിലേക്ക് വരുന്നതായിട്ട് വേണം സൂചിപ്പിക്കാൻ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെയൊക്കെ ഫീൽഡ് ലൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഇവിടം കൊണ്ട് നിന്ന് പോയല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം ഇത് നിന്ന് പോകാൻ കാരണം ഇതിങ്ങനെ പോയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെയും പരിധി കഴിഞ്ഞ് പോയിട്ട് പിന്നെ കുറേ കറങ്ങി തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കും. ഇനി അതല്ലേ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ 1-2 ഡോട്ടുകൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ തീരുന്നില്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ 2 ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫീൽഡ് ലൈനുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. നേരത്തെ കേസിൽ ഇവർ പരസ്പരം അടുത്ത് വരില്ല, അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം 2 ഒരേ ടൈപ്പ് ചാർജാണ്. ഇവിടെ ഇത് വ്യത്യസ്ത ടൈപ്പ് ചാർജ് ആയതുകൊണ്ട് ഇവർ പരസ്പരം അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആകർഷിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 ഫിഗറുകളാണ് ഫീൽഡ് ലൈൻസിൻ്റെ കാര്യത്തിൽ പഠിച്ചത്. ഒന്ന് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ ഫിഗർ, ഇത് 2 ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജിൻ്റെ ഫിഗർ, പിന്നെ 2 പോസിറ്റീവ് ചാർജ് വന്നാൽ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വന്നാൽ, പിന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തുല്യവും വിപരീതവുമായ 2 ചാർജുകൾ, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഡൈപോൾ. ഈ 4 ഫിഗറുകൾ വളരെ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഫിഗർ വരയ്ക്കാൻ പറയും, ചിലപ്പോൾ ആരോ മാർക്ക് തരാതെ ഫിഗർ തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ചില കേസിൽ ഈ ഫിഗർ തന്നിട്ട് ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയും, അവിടെയുള്ള ചാർജ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയാറുണ്ട്. അപ്പോൾ ഫിഗറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധയോടെ പഠിക്കുക. റൈറ്റ്, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടികളാണ് നോക്കാൻ പോകുന്നത്. റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഏതെങ്കിലും 4 പ്രോപ്പർട്ടികൾ എഴുതുക. അപ്പോൾ അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അര മാർക്ക് വെച്ച്. അല്ലെങ്കിൽ റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ 2 പ്രോപ്പർട്ടികൾ എഴുതുക. അപ്പോൾ അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അര വെച്ച്. അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാ പ്രോപ്പർട്ടികളും പഠിക്കാം. റൈറ്റ്, അപ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിക്കുകയും നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ഒരു നെഗറ്റീവ് ചാർജിൽ അത് അവസാനിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. ഇൻ എ ചാർജ് ഫ്രീ റീജിയൺ. എന്താണ് ഈ ചാർജ് ഫ്രീ റീജിയൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പരിഗണിക്കുന്ന ചാർജുകളല്ലാതെ പരിസരങ്ങളിൽ മറ്റ് വേറെ ചാർജുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക. അതിനെയാണ് ഈ ചാർജ് ഫ്രീ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചാർജ് ഫ്രീ റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ്സ്. മറ്റ് ചാർജുകളൊന്നും ഇല്ലാത്ത ഒരു ചാർജ് ഫ്രീ റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലൈൻസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ക്ലിയർ? ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ശ്രദ്ധിക്കുക. 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. 2 ഫീൽഡ് ലൈനുകൾ പരസ്പരം ക്രോസ് ചെയ്യില്ല അല്ലെങ്കിൽ കൂട്ടിമുട്ടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം. അങ്ങനെ കൂട്ടിമുട്ടാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുൻപ് വരച്ച ഫിഗറുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയൊന്നും രണ്ട് ഫീൽഡ് ലൈനുകൾ പരസ്പരം കൂട്ടിമുട്ടി ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഫിഗറില്ല. അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് അവർ കൂട്ടിമുട്ടാത്തത് എന്നുള്ളത് നോക്കാം. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ലൈനിലേക്ക് നമ്മൾ വന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ വെക്ടറുകൾ കൂട്ടിച്ചേർത്ത് ഫീൽഡ് ലൈൻ ആക്കിയപ്പോൾ, അപ്പോൾ നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ. ആ ഡെഫിനിഷനിലേക്ക് ഒന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫീൽഡ് ലൈൻ ഇവിടെ പരിഗണിച്ചാൽ, ഇതൊരു കർവാണ്. ഈ കർവ് ഫീൽഡ് ലൈൻ ആകണമെങ്കിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ ഏത് പോയിൻറ്റിലും നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് തരുന്നത് ആ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം, നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അങ്ങനെയുള്ള കർവുകളെ വിളിക്കുന്ന പേരായിരുന്നു എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ വേറൊരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറെ ഒരു ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. അതായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കർവുകളെ വിളിക്കുന്ന പേരായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇനി ക്രോസ് ചെയ്താൽ എന്താ പറ്റുക നോക്കാം, ശ്രദ്ധിച്ചോളാം. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഉണ്ട്. ഒന്നിങ്ങനെ പോകുന്നു, ഒന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻറ്റിൽ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനും കൂടെ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. ഇനി നോക്കിയാൽ അറിയാം, ഈ രണ്ട് പോയിൻറ്റിൽ രണ്ട് ഫീൽഡ് ലൈനും കൂട്ടിമുട്ടിയ ഈ പോയിൻറ്റിൽ നമുക്ക് രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. ഒന്ന് ഇതിലെ, ഒന്ന് ഇതിലെ. അപ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടി, ഇതൊന്ന് ഇതൊന്ന്. അപ്പോൾ ഇത്ര കാര്യം മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിച്ചോളാം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചാർജിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഇക്വേഷൻ ഉണ്ട്, വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വെക്റ്റർ ഇ. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ്. ടെസ്റ്റ് ചാർജിൻ്റെ മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ ആ ചാർജിന് മേൽ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകൾ ക്രോസ് ചെയ്ത കേസിൽ ഒരേ സമയത്ത് രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്, ഈ ടെസ്റ്റ് ചാർജ് ഏത് ഫോഴ്സിനെ പിന്തുടർന്നുകൊണ്ട് ഏത് ഡയറക്ഷനിൽ പോകണം? ഏത് ഡയറക്ഷനിൽ പോയാലും കൊള്ളാം, രണ്ടും ഫോളോ ചെയ്യുകയും വേണം, രണ്ടും ഒരേ സമയം ഫോളോ ചെയ്യുകയും വേണം. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിന് ഒരേ സമയം ഇങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റൂ. ഒരേ സമയത്ത് ഒരാൾക്ക് രണ്ട് വഴി കൂടെ പോകാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ സിനിമയിൽ കുമ്പിടി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കുമ്പിടി അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ പോലെ ഇത് കുമ്പിടി അല്ല, ഇത് ഇലക്ട്രിക് ചാർജാണ്. ഇലക്ട്രിക് ചാർജ് ഒന്നെങ്കിൽ ഇതിലേ പോകണം, അല്ലെങ്കിൽ ഇതിലേ പോകണം. അല്ലാതെ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച തിയറി അനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ടെസ്റ്റ് ചാർജിന് മേൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത കേസിൽ രണ്ട് ഡയറക്ഷൻ സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് പോസിബിൾ അല്ല. രണ്ട് ഡയറക്ഷനിൽ ഒരേ സമയത്ത് രണ്ട് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രിക് ചാർജിന് പോകാൻ പറ്റില്ല. അവിടെ ഒരു എറർ ഉള്ളതുകൊണ്ട് ആ എറർ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. രണ്ട് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ശരി, ഇനി ശ്രദ്ധിച്ചോളുക. ക്രോസ് ഈച്ച് അതർ എന്നുള്ളതിന് പകരം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്നും പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിക്കേണ്ട. ക്രോസ് ഈച്ച് അതർ എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് എന്ത്, ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്നും പറഞ്ഞത്. ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്നും പറയാറുണ്ട്. എന്തുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇഫ് ദൈ ഡിഡ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് വിൽ ഹാവ് ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി. ഇലക്ട്രിക് ഫീൽഡ് വിൽ ഹാവ് ടു ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി. അത് പോസിബിൾ അല്ല. റൈറ്റ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ഒരു ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. വൈ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ്. എന്തുകൊണ്ട് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നു. വൈ എക്സ്പ്ലെയിൻ. 2 മാർക്കിന് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനായിട്ട് തന്നെയും ഈ പ്രോപ്പർട്ടി ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടെ പഠിക്കുക. റൈറ്റ്. നാലാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ വരുന്നതിനെയാണ് ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം
ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒരു എൻഡിങ് പോയിൻറ്റും ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും, എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് ഇത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും പോസിറ്റീവ് ചാർജിൽ വരില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ 4-ാമത്തെ 5-ാമത്തെ ഒക്കെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പഠിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ക്ലിയർ? ദെൻ 5th പോയിന്റ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. എന്നാൽ ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകളുടെ റിലേറ്റീവ് ഡെൻസിറ്റി തരുന്നതായിരിക്കും ആ സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഫീൽഡ് ലൈനുകൾ ഈ ഒരു ഏരിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെ വളരെ കൂടുതലായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ക്ലിയർ? അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലേക്ക് ഇടാം. റൈറ്റ്?